കേരള മോഡേണിറ്റിയുടെ ഭാഗമായിട്ടാണ് ഈ കലാമണ്ഡലം എന്നൊരു സ്ഥാപനം ഉണ്ടാവുന്നത്. അതോടൊപ്പം തന്നെ ഒരു നാഷണലിസ്റ്റ് മൂവ്മെൻറ്റ്, അതിന് സമാന്തരമായി തന്നെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സാമൂഹികമായ മാറ്റങ്ങൾ. ഒന്നാമത് ഈ ഇലക്ട്രിസിറ്റിയുടെ വരവ്, ടെക്നോളജി കുറേശ്ശെ വന്നു തുടങ്ങുന്ന ഒരു സമയം, ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു സങ്കല്പം ഉണ്ടാവുന്നു, ബ്രിട്ടീഷ് ആധിപത്യം, ആ ഒരു ചുറ്റുപാടിൽ അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു എന്താ പറയുക ഒരു മടമ്പി സമ്പ്രദായത്തിൻ്റെ ഒരു തകർച്ച, അതിനോടൊപ്പം തന്നെ ഒരു ആശയപരമായ ഒരു 1925 ഉണ്ടാകുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി വരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു മൊത്തത്തിലൊരു എന്താ പറയുക ഒരു ബൗദ്ധികമായ ഒരു മാറ്റത്തിൻ്റെ സമയമായിരുന്നു അത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് കലാമണ്ഡലത്തിൻ്റെ ഒരു ആവിർഭാവത്തെ നമ്മൾ കാണേണ്ടത്. പ്രൈമറിലി അതൊരു കേരള മോഡേണിറ്റി, അതോടൊപ്പം തന്നെ ആ മോഡേണിറ്റി സൃഷ്ടിച്ച ഒരു ധാരാളം ഉത്കണ്ഠകളുണ്ടായിരുന്നു. ഇത് ഒരു പുതിയ ഉത്കണ്ഠകളും അതേപോലെ തന്നെ ഒരു തരത്തിൽ ഇത് എങ്ങനെ പല സാംസ്കാരികമായി ബന്ധപ്പെട്ട നമ്മുടെ സാംസ്കാരികമായ വൈജ്ഞാനിക മേഖലയും അല്ലെങ്കിൽ പ്രായോഗിക മേഖലയും ഒക്കെ എങ്ങനെ ഒരു പുതിയ സന്ദർഭത്തിലേക്ക് അല്ലെങ്കിൽ സാമൂഹിക സന്ദർഭത്തിലേക്ക് എങ്ങനെ കൊണ്ടുവരാം. കാരണം ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു ആയുർവേദത്തിന്റെ ചികിത്സ ആയാലും അല്ലെങ്കിൽ അതേപോലെ തന്നെ നമ്മുടെ കഥകളി പോലുള്ള കലാരൂപങ്ങളുടെ ഒരു എന്താ പറയുക പേട്രണേജ്, ഫ്യൂഡലിസത്തിന്റെ ഒരു തകർച്ച, ആ ഒരു കോണ്ടെക്സ്റ്റിൽ എങ്ങനെ ഈ ഒരു കഥകളിയെ നമ്മൾ അത്രയും കലാമൂല്യമുള്ള ഒരു കേരളീയ സ്വഭാവമുള്ള കഥകളിയെ എങ്ങനെ ഒരു പുതിയ ഒരു സ്ഥാപനവൽകൃത സന്ദർഭത്തിലേക്ക് കൊണ്ടുവരാം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് മഹാകവി ഈ ഒരു ഉദ്യമത്തിന് മുതിരുന്നത്.